ആക്ച്വലി അവിടെയുള്ള എല്ലാവരുടെയും ടെമ്പർ തെറ്റിയിരിക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവരും അനുവിനെയാണ് പ്രൊവോക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സീറ്റിന്റെ വിഷയത്തിലാണെങ്കിലും ലൈക്ക് അവിടെ അനീഷിന് ഇരിക്കാൻ സ്ഥലം കൊടുക്കാത്ത സമയത്താണെങ്കിലും അതിലെ നൂറ് സ്പേസ് കൊടുക്കുകയും അത് ഞാൻ എൻ്റെ ഇടയിൽ ഇരിക്കാൻ പോയപ്പോൾ മസ്താനും എല്ലാവരും തിക്കി അനുവിന് ഒട്ടും പ്ലേസ് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അനു പറഞ്ഞു ഞാൻ നിലത്തിരുന്നോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാൽ പോയി നീ ഇരിക്കുന്നു പറഞ്ഞപ്പോഴേക്കും അതിൽ പറയുന്നുണ്ട് ക്യാമറ ഫോക്കസ് ചെയ്തേ സീരിയൽ നാടകം തുടങ്ങിയെന്നൊക്കെ. അപ്പോൾ ഈ പ്രേക്ഷകർ അനുവിനെ സെലക്ട് ചെയ്തോടും കൂടിയായപ്പോൾ അതിൻ്റെ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ പിരിവെട്ടിയിട്ടുണ്ട്. അപ്പം അതിന് ഒരു എനിക്ക് തോന്നുന്നത് കാരണം അപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒന്നുകൂടിയും വരും. അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും അനുവിനെ അൺനെസസറി പ്രൊവോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ. അനുവിനെ വെറുക്കുന്നവർ പോലും അനുവിനെ സ്നേഹിച്ചു തുടങ്ങും. അപ്പം അങ്ങനെ ഈ ഒരു ഓണത്തിന്റെ പരിപാടി അവിടെ എത്തിച്ചോട് കൂടിയിട്ട് ഒനീലിനാണെങ്കിലും ഗിസേലിനാണെങ്കിലും ഈ പറഞ്ഞ മാതിരി ഓഫ് എന്നുള്ളൊരു അവസ്ഥ വന്നേക്കാം. അപ്പം ഈ പാവയെ തൂക്കി നടക്കുന്നതൊന്നും സത്യം പറഞ്ഞാൽ പാവ അവിടെ എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ ആണ്. കാരണം അത് എന്താണ് അനുവിന് അത് കൊടുത്തേക്കണതിന്റെ പർപ്പസ് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിലത്തിരിക്കുന്ന സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ അനീഷ് പിന്നെയും വന്ന് സംസാരിച്ചു ബാക്ക് ടു സീറ്റ് പൊസിഷൻ കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതിൽ നോറയാണെങ്കിലും ഇപ്പോൾ ശൈത്യയാണെങ്കിലും എല്ലാവരും ഈ കൊച്ചിനെയാണ് പ്രൊവോക്ക് ചെയ്യുന്നത്, ഈ കൊച്ചിനെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അനുവിനെ പറ്റി സംസാരിക്കാനേ മാറ്റർ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ കൊച്ചിന് ഒരു രീതിയിലും സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്, മൈൻഡ് ചെയ്യരുത്. ആദ്യം അനീഷിനോടാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പം അനുവിൻ്റെ അടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അനുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് മസ്താനിയുടെ സംസാരം കൂടി ആയി കൂട്ടത്തിൽ പ്രേക്ഷകരും ഈ അനുവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതും കൂടി കേട്ട് കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ കുരുപൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ മൊത്തത്തിൽ കൺഫ്യൂഷനും. കാരണം ഇൻഡയറക്ട്ലി ഒരു പ്രേക്ഷക സപ്പോർട്ടാണല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പം അത്രയും കണ്ടസ്റ്റൻസിന് മനസ്സിലായിട്ടുണ്ട് അനുവിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മുടെ ഗെയിം ശരിയല്ലേ, നമ്മൾ ഓക്കെയല്ലേ, ഇനി എങ്ങനെ കളിക്കണം, ആ രീതിയിൽ മാറ്റണോ, സ്ട്രാറ്റജി മാറ്റണോ എന്നൊക്കെയുള്ള മൊത്തം കൺഫ്യൂഷനാണ്. ഗ്രൂപ്പായിട്ട് നിൽക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ടേക്കപ്പ് ചെയ്യണം എന്നുള്ളത്. ഒരു പക്ഷേ അവിടെയുള്ള എല്ലാവരും അനുവിനെ അങ്ങോട്ട് സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നിർത്താൻ നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചില ഉൾട്ട അടിച്ചിട്ട് ഗെയിം കൊള്ളില്ല, അല്ലെങ്കിൽ ആ തെറ്റുകൾ ഇങ്ങനെ പുറത്തോട്ട് എടുത്തിട്ട് അനുവിൻ്റെ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഇഷ്ടം വാങ്ങാനൊക്കെ ആയിട്ടും അവിടുത്തെ കണ്ടസ്റ്റൻസ് നോക്കും. എന്തായാലും ഓണമായിട്ട് പ്രേക്ഷകർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് താങ്ങാൻ പറ്റാത്ത ഗിഫ്റ്റാണ്. കാരണം അനുവിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരുടെയും അനീഷിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും കുരു പൊട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ലൈക്ക് ഇപ്പോൾ അനുവിൻ്റെ ഒരു കേസ്, അനുവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുവിൻ്റെ ഇതുവരെയുള്ള ഗെയിം സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടപ്പെടുന്ന സംഭവം അവരെ ഗെയിം കളിക്കുന്ന രീതിയാണോ, അല്ലെങ്കിൽ അനുവിന്റെ ഒരു ആസ് എ പ്ലെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അനുവിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണ് അനുവിനെ ഇഷ്ടപ്പെടണം എന്നുള്ളത് കമന്റ് ചെയ്യുക.